തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇന്ന് യേശുക്രിസ്തുവിന് 100 കോടിയിലധികം അനുയായികളുണ്ട്. 4 സുവിശേഷങ്ങൾ ക്രിസ്തീയ മാർഗത്തിന്റെ ഉദ്ഭവം രേഖപ്പെടുത്തുന്നു. മറ്റു സുവിശേഷങ്ങളിൽ പല സംഭവങ്ങളും വിവരിക്കുന്നുണ്ട്. ഒരേ സംഭവം വ്യത്യസ്ത രീതിയിലാണ് ഇവയിൽ വിവരിച്ചിരിക്കുന്നത്. യേശുവിന്റെ ഈ ജീവിതകഥയ്ക്ക് ആധാരമായിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം മാത്രമാണ്. ശ്രീമാനായ തെയോഫിലോസേ, നമ്മുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ ക്രമമായി വിവരിക്കുന്ന ഒരു ചരിത്രം താങ്കൾ സകല സത്യവും അറിയാൻ ഞാൻ എഴുതുന്നു. അഗുസ്തോസ് കൈസർ റോമ ചക്രവർത്തിയും മഹാനായ ഹെറോദാവ് യഹൂദ രാജാവുമായിരുന്ന കാലത്ത് ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന പട്ടണത്തിൽ ഒരു കന്യകയുടെ അടുക്കൽ അയച്ചു. അവരുടെ പേർ മറിയ എന്നായിരുന്നു.